രക്ഷാദൌത്യം 5ാം ദിനവും പുരോഗമിക്കുകയാണ്. ചാലിയാറിൽ നിന്ന് ഇന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് കണ്ടെത്തി. മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഉൾപ്പെടെ 10ഓളം മൃതദേഹം കണ്ടെത്തി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഏതാണ്ട് 192 മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെത്തിയെന്ന സാഹചര്യവുമുണ്ട്. ചാലിയാർ മുണ്ടേരി ഫാമിനടുത്ത് വനമേഖലയിൽ തെരച്ചിലിനിറങ്ങി കാണാതായ 3 പേർ അത് ഏറെ നേരം പരിഭ്രാന്തിയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അവരെ രക്ഷപ്പെടുത്താനായി എന്നത് ആശ്വാസകരമാണ്. വയനാട്ടിൽ നിന്നും വന്ന റെസ്ക്യൂ ടീം അംഗങ്ങളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. പ്രദേശവാസികളായ സലീം, റഹീസ്, മുഹ്സിൻ എന്നിവരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി കാണാതായത്. ഇവരെ എയർലിഫ്റ്റ് ചെയ്താണ് 2 പേരെ രക്ഷിച്ചത്. ഒരാളെ കയറിൽ കെട്ടി രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഏറെ നേരം വലിയ രീതിയിൽ ആശങ്കയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടായ സംഭവമാണ്. എങ്കിൽ പോലും അവരെ രക്ഷപ്പെടുത്തിയതോടുകൂടി എല്ലാവർക്കും ആശ്വാസമായി. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രദേശവാസികളായ 3 പേരെ കാണാതാവുന്നത്. ഈ മുണ്ടേരി ഫാമിനടുത്ത് ഫോറസ്റ്റ് മേഖലയാണ്, വനമേഖലയാണ്. ഇവിടെ തിരച്ചിലിനായി പോയവരെയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്, അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയത് ഈ വനമേഖലയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ തിരച്ചിലിന് പോയതായിരുന്നു. പക്ഷേ ഇവർ കൂടുതൽ കാടിനുള്ളിലേക്ക് പോയതും ആദ്യം കുറച്ച് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കിട്ടി. അതിനുശേഷം ബാക്കിയുള്ളവർ, ഇവരുടെ ഈ 3 പേരുടെ കൂടെ ഉണ്ടായിരുന്നവർ തിരിച്ച് മറുകരയിൽ എത്തുകയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ അയക്കുകയും ചെയ്തു. എന്നാൽ ഈ 3 പേർ പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥരോ അറിയിക്കാതെ കാടിനുള്ളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇവരെ കാണാതാവുന്നത്. അപ്പോഴും പരാതി നൽകുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോവുകയോ പ്രദേശവാസികളോ കുടുംബാംഗങ്ങളോ ആരും തന്നെ ചെയ്തിട്ടില്ല. കാരണം ഇവർ തിരികെ വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അല്ലെങ്കിൽ ഇവരെ തിരഞ്ഞ് പോവാം, മറ്റ് പ്രദേശവാസികൾക്കും മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ഇവരെ തിരച്ചിൽ നടത്താം, അതിനുശേഷം കണ്ടെത്താനായില്ലെങ്കിൽ പരാതി നൽകാമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ ആയി പരാതി ഒന്നും നൽകിയിരുന്നില്ല. എന്നാൽ പോലീസ് സ്വമേധയാ ഇത് പരാതി നൽകണം, കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ കേസെടുക്കാൻ പോകുന്ന ഒരു മൊമെന്റിലാണ് ഇവരെ വയനാട്ടിൽ നിന്നും ഇറങ്ങിയ റെസ്ക്യൂ ടീം ഇവരെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത വരുന്നത്. ഇവർ വയനാട് മേഖലയിൽ ഒരു കാടിനുള്ളിൽ ചെന്ന് വയനാട് മേഖലയിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ വയനാട്ടിൽ നിന്നും എത്തിയ രക്ഷാ പ്രവർത്തകർ ഇവരെ രക്ഷിക്കുന്നത്. ആരോഗ്യപരമായി ഒരു കുഴപ്പവുമില്ല, ഇവർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അടക്കം അറിയിക്കുന്നതും. ആസ് യൂഷ്വൽ ഇന്നലെ നമ്മുടെ ടീം സെർച്ച് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരായ ആളുകൾ ഇവിടെ താഴ്ഭാഗത്താണ് സെർച്ച് നടത്തിയിരുന്നത്. വളരെ നല്ല രീതിയിലാണ് അവർ സഹകരിച്ചു വരുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ക്ലബിലെ ആളുകൾ ഈവൻ നിങ്ങൾ ബസ് വരെ ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ അതിൽ ഒരു 3 പേര് പിന്നെ മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ അവിടെ നിന്ന് IG സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, DIG മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ 3 പേര് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അവർ കുടുങ്ങിയായിരുന്നു. അവരെ അവിടെ നിന്ന് വയനാട് നിന്ന് വന്നുള്ള ടീം അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ഇപ്പോൾ പിന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ദേ ആർ ഓൺ ദ വേ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. എന്തായാലും ഈ കാണാതായ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വളരെ സജീവമായാണ് ചാലിയാർ പുഴയിൽ കഴിഞ്ഞ 5 ദിവസമായി ഈ തിരച്ചിൽ നടപടികൾ തുടരുന്നത്. നാട്ടുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും ഫയർഫോഴ്സും നേവിയും സ്കൂബ ടീമും മറ്റ് എല്ലാ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വളരെ ഊർജിതവുമായ ഒരു തിരച്ചിലാണ് ഈ പുഴയിൽ, ചാലിയാർ പുഴയിലും സമീപ പ്രദേശത്തും നടത്തുന്നത്. അപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ സ്വമേധയാ വനത്തിനുള്ളിൽ പോകുന്നത് അല്ലെങ്കിൽ ആഴമുള്ള ഈ പുഴയിൽ ഇറങ്ങുന്നത് അതൊക്കെ വളരെ ദോഷകരമായി മാറുകയാണ്, പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അപ്പോൾ എവിടെ ഒരു മൃതദേഹമുണ്ട് അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിന്റെ ഭാഗമുണ്ടെന്ന് എന്ത് സംശയം പറഞ്ഞാലും ഒരു മടിയുമില്ലാതെ ഉടൻ തന്നെ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചേർന്നുകൊണ്ട് അവിടെ തിരച്ചിൽ ഊർജിതമാക്കും. അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നാട്ടുകാരായാലും പ്രദേശവാസികളായാലും ഈ കാടിനെയും പുഴയും എത്ര നന്നായി അറിയുന്നവരാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥരോട് സമ്മതമില്ലാതെയോ അവരെ അറിയിക്കാതെയോ അവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെയോ അങ്ങോട്ട് പോവരുത് എന്നുകൂടി പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി മുതൽ ഈ ചാലിയാറിൽ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായി തിരച്ചിൽ ഊർജിതമാണ്. ഇനി മുതൽ ഇന്നിപ്പോൾ നമ്മളുള്ളത് മുണ്ടേരി ഫാമിനടുത്ത് വനമേഖലയോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും താഴോട്ട്, അതായത്
മുക്കം ഭാഗത്തേക്ക് അങ്ങോട്ടായിരിക്കും ഇനി മുതൽ തിരച്ചിൽ ഊർജിതമാക്കുക എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം നമ്മോട് വ്യക്തമാക്കുന്നതും. കാരണം ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഈ മേഖലയിൽ മുണ്ടേരി ഫാമിനോടടുത്ത വനമേഖലയിലായിരുന്നു തിരച്ചിൽ. ഇവിടെ നിന്ന് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം ഇന്നലെ ഇന്നുമായി ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കാതിരിക്കുകയും ഒപ്പം തന്നെ താഴ്ഭാഗത്ത് നിന്നും കുറച്ച് താഴോട്ട് മുക്കം മേഖലയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇനി മുതൽ അങ്ങോട്ടായിരിക്കും തിരച്ചിൽ ഊർജിതമാക്കുക. ഒപ്പം തന്നെ ഇവിടെയും സമാന രീതിയിൽ തിരച്ചിൽ ഉണ്ടാവും എന്ന് കൂടി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിനായി ഇറങ്ങുന്നവർ തീർച്ചയായും ഉദ്യോഗസ്ഥരുടെ സമ്മതപ്രകാരം അവരെ അറിയിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഈ ഊർജിതമായി വളരെ സഹകരണത്തോടു കൂടി പോകുന്ന ഈ തെരച്ചിലിനെ അതിനെ വേറൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടരുത് എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ചാലിയാർ പുഴയിൽ വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ തുടരും എന്നതാണ് ഐഷത്തുൽ ഷംന നൽകുന്ന വിവരം. അവിടെ മുകൾ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തുന്ന തെരച്ചിലിൽ ഇപ്പോൾ കൂടുതലായി ഒന്നും കണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ താഴേക്ക് പുഴയുടെ താഴ്ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അതിന്റെ ഓരങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള തെരച്ചിലായിരിക്കും വരും ദിവസങ്ങളിൽ പുരോഗമിക്കുക എന്നതാണ് ഐഷത്തുൽ ഷംന സൂചിപ്പിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയവർ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഏതാണ്ട് 10,000-ലധികം പേർ എത്തിയിട്ടുണ്ട് എന്ന വിവരം മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചതാണ്. അതേസമയം ഈ ദുരിതത്തിൽ അകപ്പെട്ടവർക്കുള്ള ക്യാമ്പുകൾ അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം മേപ്പാടി പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഉള്ള 12 ക്യാമ്പുകളിൽ പാർപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ആളുകൾ ആ ക്യാമ്പിൽ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. രോഗബാധയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകൾ അനുവദിക്കണം എന്ന ആവശ്യം മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ന്യൂസ് 18നോടാണ് പറഞ്ഞത്. തീർച്ചയായും കൂടുതൽ പേർ ഒരിടത്ത് അധിവസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കൂടുതൽ ക്യാമ്പുകൾ അനുവദിക്കണമെന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ ആഘാതം എത്രയെന്ന് നോക്കുക. ഇനിയും അതിന് കൃത്യമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. കൃത്യമായും എത്ര പേരെ കാണാതായി എന്ന വിവരം സർക്കാരിന്റെ പോലും കൈവശമില്ല എന്നതാണ് വസ്തുത. അത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന പ്രദേശങ്ങളായിരുന്നു എന്നത് ഒരു കാര്യം. അവിടെ ആരൊക്കെ എവിടുന്നൊക്കെ വന്ന് തങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട്. മാത്രവുമല്ല ഈ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ കൃത്യമായ കണക്ക് ലഭ്യമല്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ പലയിടങ്ങളിലും അതിഥി തൊഴിലാളികൾ അധിവസിച്ചിരുന്നു. അവരുടെ കൃത്യമായ കണക്കുകളില്ല എന്നതും ഒരു കൃത്യമായി എത്ര പേർ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്, അവർ എത്ര പേർ കാണാമറയത്താണ് എന്നതിന്റെ കണക്കെടുപ്പിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ പഞ്ചായത്ത് രേഖകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് അതിന്റെ ഒരു വിവരശേഖരണം നടക്കുന്നത്. ഇനി കൂടുതലായി കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൃത്യമായ കണക്കെടുപ്പിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം അട്ടമലയിൽ ആകെ ഉണ്ടായിരുന്ന വീട് 716 ആണ്. 1423 പേർ അവിടെ അധിവസിച്ചിരുന്നു എന്നതാണ് കണക്ക്. ഇതിൽ 70 വീടുകളാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. മരണം അട്ടമലയിൽ മാത്രം ഇതുവരെ സ്ഥിരീകരിച്ചത് 49 ആണ്. അവിടെ 5 പേരെ കാണാതായി എന്ന വിവരമുണ്ട്. മുണ്ടക്കയിൽ ആകെ 461 വീടുകളുള്ളതിൽ 1247 പേർ അധിവസിച്ചിരുന്നു എന്നതാണ് പഞ്ചായത്തിന്റെ കണക്ക്. ഇവിടെ 700 പേരെ പ്രളയം ബാധിച്ചു. ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം മുണ്ടക്കയിൽ 78 ആണ്. അതിൽ കാണാതായവർ 150 പേരുണ്ട്. മുണ്ടക്കയിൽ നിന്ന് 150 പേരെ കാണാനില്ല എന്ന വിവരം. ഏറ്റവും കൂടുതൽ പേരെ കാണാനില്ലാത്തതും മുണ്ടക്കയിൽ നിന്നാണ്. ഏറ്റവും ബാധിച്ച ഈ ദുരന്തം ഏറ്റവും ബാധിച്ച മേഖലയിൽ 150 പേരെ കാണാനില്ല. ചൂരൽമലയിൽ ആകെ ഉണ്ടായിരുന്ന വീടുകൾ 783 ആണ്. 2162 ആയിരുന്നു പഞ്ചായത്തിന്റെ കണക്ക് പ്രകാരം അവിടെയുള്ള ജനസംഖ്യ. ഇതിൽ പ്രളയം ബാധിച്ചത് 150 പേരെയാണ്. 88 പേർ മരണമടഞ്ഞു എന്ന് പഞ്ചായത്തിന്റെ കണക്ക് പ്രകാരം പറയുന്നു. കാണാതായവർ 120 ആണ്. കാണാതായവരുടെ എണ്ണം എത്രമാത്രം ഭീതിപ്പെടുത്തുന്നതാണ് എന്നത് ഈ പഞ്ചായത്തിന്റെ കണക്കുകൾ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏറ്റവും കൂടുതൽ പേരെ കാണാതായത് മുണ്ടക്കയിൽ നിന്നാണ്. ഇതിൽ എത്ര പേരെ കണ്ടെത്താൻ കഴിയും എന്നതാണ് നമുക്ക് ആശങ്കയുണർത്തുന്ന കാര്യം. അതിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ചാലിയാറിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമാണ്. ബന്ധുക്കൾക്ക് പോലും
കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിയാത്ത വിധത്തിൽ അവശിഷ്ടങ്ങൾ ഛിന്നഭിന്നമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് ആദ്യ ദിവസം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പല വാഹനങ്ങളുടെയും മറ്റുമൊക്കെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ വരുന്ന അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം അവയൊക്കെ നശിക്കപ്പെട്ടിരിക്കുന്നു ഈ ദുരന്തത്തിൽ എന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ അവർ ആ ദുരന്തത്തിൽ ആ പാറയ്ക്കും മണ്ണിനും ഒപ്പം ഒഴുകി വന്നപ്പോൾ സ്വന്തം ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ മൃതദേഹങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടാതെ സംസ്കരിക്കേണ്ടി വരുന്ന മൃതദേഹങ്ങളുടെ എണ്ണം പോലും കൂടുതലാണ് എന്നൊരു സാഹചര്യം ഉണ്ട്. കാണാതായവരുടെ എണ്ണം നമുക്ക് എപ്പോഴും വേദന ഉളവാക്കുന്ന തരത്തിൽ അത് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. നമുക്കൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. ഇവിടെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളിലൊന്ന് സർക്കാർ പുറത്തുനിന്നുള്ളവരുടെ വരവിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആളുകളുടെ എണ്ണം കൂടുകയും അവിടെ കാഴ്ച കാണാനായി കൂടുതൽ പേർ എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു നിയന്ത്രണം. അതിനോടൊപ്പം തന്നെ ആ നിയന്ത്രണത്തിന്റെ ഭാഗമായി തന്നെ സർക്കാർ ഭക്ഷണം കൊണ്ടുവരുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി രക്ഷാപ്രവർത്തകർക്ക് പോലും ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭക്ഷണവുമായി സന്നദ്ധ പ്രവർത്തകരെ കടത്തിവിടാത്തതാണ് ഈ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ദുരന്തബാധിത മേഖലയിൽ നാട്ടുകാർക്കും ഒപ്പം രക്ഷാപ്രവർത്തകർക്കും സഹായം നൽകുന്നതിനായി കൈമെയ് മറന്നാണ് യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്. ഇതിൽ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ നരിപ്പറ്റ പഞ്ചായത്ത് അവരുടെ നേതൃത്വത്തിലാണ് വൈറ്റ് ഗാർഡ്. അവർ ഇവിടെ ദുരന്തഭൂമിയിൽ എത്തുന്ന രക്ഷാപ്രവർത്തകർ, പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ്, NDRF, ആർമി എന്നിവർക്കടക്കമുള്ളവർക്ക് ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നിരവധി ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. രുചികരമായ അനാരോഗ്യം ഉണ്ടാവാത്ത തരത്തിലുള്ള ഭക്ഷണം വൃത്തിയായാണ് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ സംഘാടകരോട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം. എന്താണ് ഭക്ഷണ വിതരണം തന്നെ നിങ്ങൾ ഏറ്റെടുക്കാൻ കാരണം? നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ നരിപ്പറ്റ പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡിന്റെ ടീമാണ് വരുന്നത്. ഇതിനെ നയിക്കുന്നത് കമറു റഫീഖ് ഇവരെല്ലാം. നമ്മളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങള് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് കേരളത്തിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. 2018 ആലപ്പുഴ, 2019 കവളപ്പാറ. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ റെസ്ക്യൂ ഓപ്പറേഷനിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കവളപ്പാറയിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ സത്യത്തിൽ എല്ലാ ആളുകളും റെസ്ക്യൂ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഭക്ഷണത്തിന്റെ ഒരു ദൗർലഭ്യം അല്ലെങ്കിൽ ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രയാസം ഞങ്ങൾ അവിടെ സ്പോട്ടിൽ മനസ്സിലാക്കുകയും പിന്നീട് ഞങ്ങളത് അവിടെ തന്നെ ഞങ്ങൾ ഈ ലൈവായിട്ട് ഭക്ഷണം രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു സംഗതി ഞങ്ങൾ ഏറ്റെടുത്ത് അവിടെയാണ് ഞങ്ങൾ വിജയകരമായിട്ട് അത് പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെയും ആളുകൾ എല്ലാവരും പ്രത്യേകിച്ച് വയനാട്ടിൽ കിലോമീറ്ററുകൾക്കിപ്പുറമാണ്, ടൗണിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് ഈ ദുരന്തബാധിത പ്രദേശം ഉണ്ടായത്. അവിടെ എല്ലാ ആളുകളും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന ഒരു സമയത്ത് ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഏറ്റവും നമ്മൾ ഓരോരുത്തരുടെയും സേവനം എന്താണോ അവിടെ ആവശ്യകത, എന്താണോ ആളുകൾക്ക് വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുക, ലൈവായിട്ട് ഭക്ഷണം കൊടുക്കുക, രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു ദൌത്യം ഞങ്ങൾ ഏറ്റെടുത്തത്. അൽഹംദുലില്ലാഹ് ഞങ്ങളിപ്പോഴ് 4ാമത്തെ ദിവസമാണ്. ഒരു ദിവസം 10,000-ഓളം ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 12:30 മണി വരെ, 6 മണി വരെ, രാവിലെ 5 മണി മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. 5 മണി മുതൽ 12:30 മണി വരെ ഞങ്ങൾ കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച്, അങ്ങനെ ഈവനിങ്ങിൽ ചായ, രാത്രി ഡിന്നർ, അങ്ങനെ എല്ലാ സംഗതികളും ഞങ്ങൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലുള്ള വൈറ്റ് ഗാർഡ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ മെമ്പേഴ്സാണ് ഇതിൽ കൂടുതലും ഉള്ളത്. അല്ലാത്ത ആളുകളും ഇതിലുണ്ട്. വൈറ്റ് ഗാർഡിന്റെ മെമ്പേഴ്സ് അല്ലാത്ത മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകളും ഇതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാനടക്കമുള്ള ആളുകളുണ്ട്. ഇതിന്റെ ഫിനാൻസും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ പിരിവ് നടത്തിയല്ല,
പിരിവൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. ഇതിന്റെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇവിടെ പണിയെടുക്കുന്ന ആളുകളൊക്കെ തന്നെ കച്ചവടക്കാരും അതുപോലെ തന്നെ പ്രൊഫഷണൽസ് തന്നെയാണ്. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ പിന്നെ കച്ചവടം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് ഉള്ളത്. അപ്പം ഫിനാൻസൊക്കെ അവരിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്, പുറത്തുനിന്ന് ഞങ്ങൾ കണ്ടെത്തുന്നില്ല. ഇത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എല്ലാ സാമഗ്രികളും നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് സെറ്റ് ചെയ്തത്? അതെ, അവിടെ നിന്ന് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്താണ് ഇവിടെ. നല്ല അഭിപ്രായം പറയുന്നുണ്ടല്ലേ? ഈ ദുരന്തഭൂമിയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭക്ഷണം വേണം, ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യം. അതെ, തീർച്ചയായിട്ടും അത് കൊടുക്കാനാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർ ഇവിടെ വന്നത്. ഞാൻ നാദാപുരം മണ്ഡലത്തിലുള്ള ആളാണ്, ഇവരെ പഞ്ചായത്തിലല്ല. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഒരു നാദാപുരക്കാരനായതിൽ അഭിമാനം തോന്നുന്ന നിമിഷം. കാരണം പല സൗകര്യങ്ങളും ഉള്ളിടത്തുനിന്ന് ഉറങ്ങാൻ പോലും നേർക്ക് സമയമില്ലാതെ, ഒരു വാഷ്റൂമിൽ കൃത്യമായിട്ട് പോവാൻ കഴിയാതെ, രാവിലെ 4:30 മണി മുതൽ ഈ പാവങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് എല്ലാവരും മാടി വിളിക്കുക. എത്ര സന്തോഷത്തോടു കൂടിയാണെന്നറിയാം അവരിവിടത്തേക്ക് വരുന്നതും ഇവർ ഭക്ഷണം കൊടുക്കുന്നതും. നൂറുകണക്കിനൊന്നുമില്ല, ആയിരക്കണക്കിന് ഭക്ഷണ പൊതികളാണ് ഇന്ന് രാവിലെ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. ഭയങ്കര അഭിമാനമാണ് ഞങ്ങളുടെ നാടിനെ കുറിച്ച് ഇപ്പോൾ തോന്നുന്നത്. എന്നാൽ ഇത്രയും ഭീകരമായ ഒരു സംഭവം ഇവിടെ നടന്നിട്ട് അതിന് നമ്മളെ നാടിന് ഒരു പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. എന്തായാലും ഇത് തന്നെയാണ് ഈ കള്ളാടി മഖാം എന്ന സ്ഥലത്താണ്, ദുരിതഭൂമിയിൽ നിന്നും കുറച്ച് മാറിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വാഹനങ്ങൾക്കൊക്കെ അടക്കം നിർത്തി ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യമുണ്ട്. നാദാപുരത്തു നിന്നുള്ള യുവാക്കളാണ് ഇതിലെത്തിയിരിക്കുന്നത്. നാട്ടിൽ നിന്നും 1 രൂപയുടെ പോലും പിരിവെടുക്കാതെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ തന്നെയാണ് അവരുടെ വിഹിതങ്ങൾ നൽകുകയും അവരുടെ അധ്വാനം ഇവിടെ വിനിയോഗിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തകർക്കടക്കം വലിയ ആശ്വാസമായി മാറുന്നതാണ് ഇവരുടെ ഈ ഭക്ഷണ വിതരണം. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം MS സുരേഷ് കുമാർ, ന്യൂസ് 18. എങ്ങനെയൊക്കെ ദുരന്തമുഖത്ത് സഹായഹസ്തം നീട്ടാം എന്ന ആലോചന ഓരോ സംഘടനകളെ സംബന്ധിച്ച്, സന്നദ്ധ സേന സംഘടനകളെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇടപെടുന്നതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യൂത്ത് വോളണ്ടിയർമാർ ആ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകൾ മുതൽ ഇപ്പോൾ വരെ അക്ഷീണ പരിശ്രമത്തിലാണ്. നമ്മുടെ സേനാ വിഭാഗങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് തന്നെ അവരും പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുവരികയാണ്. നമ്മൾ ഇതാദ്യമല്ല, പല ദുരന്തമുഖങ്ങളിലും നമ്മളത് കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അവരൊക്കെ സേവനം എന്ന് പറയുന്നത് നിസ്വാർത്ഥ സേവനമാണ്, ഒന്നും ആഗ്രഹിച്ചുകൊണ്ടുള്ളതല്ല. സഹജീവികളോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം അവിടെ എത്തി ഊണുമുറക്കവും ഭക്ഷണവും ഒന്നുമില്ലാതെ അവിടെ തുടരുന്ന ആളുകളാണ് അവർ ഓരോരുത്തരും. അവർക്ക് പോലും ബുദ്ധിമുട്ടാണ്, കാഴ്ച കാണാനായി മാത്രം അവിടെ എത്തുന്ന ആളുകൾ അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം എന്ന അഭ്യർത്ഥന ആവർത്തിച്ച് അധികാരികൾ നൽകുന്നു. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അക്കാര്യം ആവർത്തിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് മന്ത്രിതല ഉപസമിതി യോഗം ചേരുമ്പോൾ അക്കാര്യം കൂടുതൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അടുത്ത ദിവസം, ഇന്ന് ശനി, നാളെ ഞായർ പൊതു അവധി ദിവസമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എത്തുമോ എന്ന ആശങ്കയുണ്ട്. അത് രക്ഷാദൌത്യത്തെ ബുദ്ധിമുട്ടിലാക്കും. ആ സാഹചര്യത്തിൽ അതിന് ഒരുപക്ഷെ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്ന കാര്യം അവിടെ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് കൂടുതൽ പേർ അങ്ങോട്ട് എത്തുന്നതിന്റെ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷണ വിതരണത്തിനായാലും ആളുകളെ കയറ്റിവിടുന്നതിലായാലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അത് അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കൂടിയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. വാഹനങ്ങൾക്ക് നിയന്ത്രണം വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് കിലോമീറ്ററുകളോളം നടന്നു വേണം ആ സംഭവ സ്ഥലത്ത് എത്താൻ എന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ ഈ നിയന്ത്രണങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ ആകെ തന്നെ ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ അരുതാത്തത് എന്ന് അധികൃതർ പറയുന്നത് ചെയ്യാതിരിക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടുന്ന സാഹചര്യം കൂടിയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നത് എപ്പോൾ അവസാനിപ്പിക്കണമെന്നത് തീരുമാനിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന ശേഷമായിരിക്കും എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നും KSDMA അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് അവർ അക്കാര്യം വ്യക്തമാക്കുന്നു. ഒരുപക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എന്നത് സൂചിപ്പിച്ചതുകൊണ്ടാകാം അത്തരം എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ എന്നത് തിരുത്തുകയാകാം KSDMA ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ ജീവനോടെ ആരെങ്കിലുമൊക്കെ
അവശേഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലുള്ള പ്രതീക്ഷകൾ ഓരോ ദിവസവും കഴിയുമ്പോഴും മങ്ങി വരികയാണ്. ഇന്നലെ ജീവന്റെ തുടിപ്പ് തേടി നമ്മൾ ഏറെ നേരം പരിശ്രമിച്ചുവെങ്കിൽ പോലും ഒന്നും കണ്ടെത്താനാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന വിധത്തിലായിരിക്കും മുഖ്യമന്ത്രി അക്കാര്യം സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ചിന്തകളും ഒരാലോചനയും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് KSDMA സൂചിപ്പിക്കുന്നത്. ദുരന്തമുഖത്ത് ജീവൻ നഷ്ടമായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് സെക്ടറുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രക്ഷാദൌത്യം തുടരേണ്ടുന്നതിന്റെ സാഹചര്യവും സാധ്യതയും തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. അവിടെ ഇതിനോടകം തന്നെ 358 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 200-ലധികം പേരെ ഇപ്പോഴും കാണാനില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. നമുക്കറിയാം, പ്രളയം നമ്മുടെ കേരളത്തെ ആകെ ബാധിച്ച പ്രളയത്തിലുണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതുമൂലം ഇപ്പോൾ നമ്പർ നോക്കുകയാണെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ കാണണം. അത്രയും മരണം സംഭവിക്കുന്നു. ഏതാണ്ട് അത്രത്തോളം തന്നെ പേരെ കാണാതായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ചെറിയ അല്ലെങ്കിൽ മുണ്ടക്കൈ, ചൂരൽമല എന്ന പ്രദേശങ്ങളെ ബാധിച്ച സംഭവമാണെങ്കിൽ പോലും അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ അധികമാണ്. അവിടെ പുനർനിർമ്മാണം എത്രമാത്രം സാധ്യമാകും എന്ന സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേക ടൗൺഷിപ്പ് എന്നതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന ഉദ്ദേശം ആണ് സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനൊക്കെ ധാരാളം പണം ആവശ്യമായി വരും. അവരെ ഓരോരുത്തരെയും, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട, ഇതുവരെയുള്ള പൂർണ്ണ സമ്പാദ്യവും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക, അതിജീവനം ഉറപ്പാക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സർക്കാരിനെ സഹായിക്കുക എന്ന മനസ്സ് കാണിക്കേണ്ടുന്ന ഒരു അത്യാവശ്യ